ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് കാലമായിട്ട് ലീക്കായിട്ടും അതുപോലെ ഫുള്ളി അൺഡിസ്കസ്ഡ് ആയിട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ ഹ്യുണ്ടായുടെ ന്യൂ ജനറേഷൻ വെന്യൂ അവർ ഫൈനലി അൺവെയിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പം നവംബർ 4 നടക്കാൻ പോകുന്നതിൻ്റെ ലോഞ്ച് തന്നെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ ഹ്യുണ്ടായി ഇങ്ങനെ ചുമ്മാ എടുത്ത് പിടിച്ചോ എന്ന് പറഞ്ഞ പോലെ വണ്ടി കാണിക്കില്ല. ഹ്യുണ്ടായി പൊതുവെ അങ്ങനെയാണ്, ഒരു ലോഞ്ച് ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം മുന്നേ, ഒരു 2-3 ആഴ്ചയൊക്കെ മുന്നേ വണ്ടി അവർ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്കതിന് ബാക്കി സ്പെക്കും ഡീറ്റെയിൽസും ഒക്കെ അറിയാം. ഇനിയിപ്പം പ്രൈസ് ലിസ്റ്റ് മാത്രം നവംബർ 4 വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മതി. ഡിസൈൻ നിങ്ങൾ ഇതിന് പിന്നെ കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ബ്രീഫിങ് നോക്കാം. നിങ്ങൾ സൈഡിലുള്ള ദീപിക ചേച്ചി നോക്കേണ്ട, വണ്ടി മാത്രം നോക്കിയാൽ മതി. ഇതിപ്പോൾ പരസ്യത്തിൻ്റെതായിട്ടുള്ള പ്രൊമോഷണൽ ഇമേജസ് ആയതുകൊണ്ട് എന്തായാലും അവർക്ക് മോഡൽസിനെ വെക്കേണ്ടി വരുമല്ലോ. എനിവേ, നമുക്ക് ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ലീക്ക് ആയിരിക്കുന്ന അതേ ഡിസൈൻ തന്നെയാണ്. കൂടുതലും ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈനൊക്കെ എക്സ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ളതുപോലെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. അതെനിക്കും തോന്നി, പക്ഷേ അത്രയില്ല. എക്സ്റ്റർ കാണാൻ കുറച്ചുകൂടെ ചെറിയ വണ്ടി ആയതുകൊണ്ട് എവിടേക്കും ഒരു ഇത്തിരി പ്രപ്പോർഷൻ കുറവാണ്, പ്രത്യേകിച്ച് ബാക്കിലേക്ക് വരുമ്പം. ഈ വണ്ടി പക്ഷേ ഫ്രണ്ട് അത്യാവശ്യം നല്ല നീറ്റാണ്. എനിക്ക് കൂടുതൽ എൻ്റെ DRLസിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ഇൻസ്പയർഡ് ആയതുപോലെയാണ് തോന്നിയത്. പിന്നെ താഴത്തെ ലൈറ്റൊക്കെ പുതിയതാണ്, അതായത് അവരുടെ പാലിസൈഡ് അങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ പുറത്തിപ്പോൾ കാണുന്ന ടൈപ്പിലുള്ള ലൈറ്റ്സ് ആണ്. ആൻഡ് അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. താഴത്തേക്ക് വരുന്ന എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന DRLs ആയിക്കോട്ടെ, മെയിൻ ഹെഡ് ലാംപ്സ് LED ആക്കിയതായിക്കോട്ടെ, അങ്ങനെ എല്ലാം കൊണ്ടും കാണാൻ അത്യാവശ്യം നല്ല രസമുള്ള ഫ്രണ്ട് പ്രൊഫൈലാണ്. താഴത്തൊക്കെ ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നതും നല്ല ഈ മറ്റേ മാറ്റ് സിൽവർ അല്ല, അതായത് ഒരു ഇത്തിരി എന്താ പറയുന്നത്, സിൽവർ എന്തോ നല്ലൊരു പ്രീമിയം എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു അലൂമിനിയം ഫിനിഷ് പോലത്തെ മെറ്റീരിയലായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അലൂമിനിയം അല്ല, ആ ഒരു തീം പിടിച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ സൈഡിലാണെങ്കിലും പുതിയ ORVMസിൻ്റെ ഡിസൈനാണ് വരുന്നത്. അതിൽ തന്നെ ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മിറേഴ്സിൻ്റെ ഡിസൈൻ നമ്മളിപ്പം ഈ വണ്ടിയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ സൈഡിൽ പുതിയ അലോയ് വീൽസ് നമുക്ക് കാണാം. ഇതിപ്പോൾ 16 ഇഞ്ച് അലോയ്സ് ആണ് ഇവർ ഇതിൻ്റെ നോർമൽ മോഡൽസിൽ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് പുറത്ത് സൗത്ത് കൊറിയയിലൊക്കെ കണ്ടിരിക്കുന്ന സെയിം ടെസ്റ്റിംഗ് മോഡൽ ഉണ്ടായിരുന്ന അലോയ്സ് തന്നെയാണ്, അത് തന്നെയാണ് അവർ ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ അലോയ്സിൻ്റെ അത്ര വലിയ ഫാനല്ല ഡിസൈൻ്റെ, കാരണം ബെറ്റർ അലോയ്സ് നമുക്ക് പിന്നെ മാർക്കറ്റിൽ വേറെ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ എൻലൈൻ മോഡലിൻ്റെ അലോയ്സ് കാണാൻ അത്യാവശ്യം നല്ലതാണ്. അതും ടെസ്റ്റിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു എൻലൈൻ മോഡലിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് 2 ദിവസം മുന്നേ എടുത്ത് വെച്ചതാണ്. പക്ഷേ കറക്റ്റായിട്ട് അവർ ഇന്നലെ വണ്ടി കാണിച്ചു, അതുകൊണ്ട് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലീക്കായി രീതിയിൽ തന്നെയാണ് ആ വീഡിയോയിൽ സംസാരിച്ചത്. പക്ഷേ വണ്ടി ഓൾറെഡി ഇറങ്ങിയായിരുന്നു. അതിൻ്റെ അകത്താണെങ്കിലും കുറേ എൻജിൻ സ്പെക്കൊക്കെ നമ്മൾ ലീക്കിൻ്റെ ഡീറ്റെയിൽസ് സ്പെസിഫിക് ആയിട്ടാണ് പറഞ്ഞത്. ഏതായാലും അത് പോട്ടെ, ഇതാണ് ഇതിൻ്റെ അലോയ്സിൻ്റെ ഡിസൈൻ. ഇനി ഇതിൻ്റെ സൈഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അത്യാവശ്യം നല്ല ചേഞ്ചസ് ആണ്. ജനറേഷൻ അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ സൈഡിലെ ബോഡി പാനൽസ് എല്ലാം മാറ്റിയിട്ടുണ്ട്. കുറച്ചും കൂടെ വണ്ടിക്ക് വീതി കൂടിയിട്ടുണ്ട്. അത് ആ വീലാർച്ചും അതുപോലെ നമ്മുടെ സൈഡിലെ ആ ഒരു സംഭവമൊക്കെ ഇത്തിരി കൂടെ ബൾക്കി ആക്കിയതാണ്. 1.8 മീറ്റേഴ്സാണ് ഇപ്പോൾ ഇതിൻ്റെ കറക്റ്റ് 1800 മില്ലിമീറ്റേഴ്സാണ് വിട്ട് വരുന്നത്. നേരത്തേലും കുറവായിരുന്നു. ഹൈറ്റ് 1665 മില്ലിമീറ്റേഴ്സാണ്, വലിയ വ്യത്യാസമില്ല. ലെങ്ത്തിലും വലിയ വ്യത്യാസമില്ല, 3995 മില്ലിമീറ്റേഴ്സാണ്. വീൽ ബേസ് പക്ഷേ 20 mm കൂടിയിട്ടുണ്ട്. 2520 mm ആണ് ഇപ്പോൾ ഇതിന് വരുന്ന വീൽ ബേസ്. അങ്ങനെ മൊത്തത്തിൽ ഡയമെൻഷൻസിൽ ചെറിയ ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഡോർസിൻ്റെ ഡിസൈൻ ആയിക്കോട്ടെ, അതുപോലെ ഓവറോൾ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങളുണ്ട്, കുറച്ച് ചെറിയ ചെറിയ ഈസ്റ്റർ എഗ്സ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. വെന്യൂവിൻ്റെ ബാഡ്ജിങ് ആണ് അവിടെ ഇവിടെയും വരുന്നത്. ഒന്ന് നമ്മുടെ ബാക്കിലേക്ക് വരുമ്പോൾ ഉള്ള ക്വാർട്ടർ ഗ്ലാസ് കഴിഞ്ഞിട്ടുള്ള പാനലാണ്. അത് നോർമൽ വണ്ടികളിലൊക്കെ വൈറ്റ് ആണ്. അതിൻ്റെ അകത്ത് വെന്യൂ എന്ന് പറഞ്ഞ ഒരു അതായത് ഒരു എംബഡിങ് വരുന്നുണ്ട്, വെന്യൂവിൻ്റെ ലെറ്ററിങ്. ഇതല്ലാതെ എൻലൈൻ മോഡലാണെങ്കിൽ ഈ സാധനം ബ്ലാക്ക് ആയിരിക്കും. അതിൻ്റെ അകത്ത് പക്ഷേ വെന്യൂവിൻ്റെ ലെറ്ററിങ് ഉണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ അകത്തും അവർ വെന്യൂ എന്ന് പറഞ്ഞൊരു ലെറ്ററിങ് കറക്റ്റ് ആ ഒരു പാനലിൻ്റെ നടുവിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ്സിൽ നമുക്ക് വെന്യൂവിൻ്റെ ലെറ്ററിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വെന്യൂവിൻ്റെ ലെറ്ററിങ് ഉണ്ട്. ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഇൻറ്റീരിയർ കയറി വന്നു. ഇനി നമുക്ക് റിയർ ഡിസൈനും കൂടെ നോക്കാം. ഇതും ഇത്രയും കാര്യം ലീക്കായിട്ട് നമ്മൾ അത്ര ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല. സ്റ്റിൽ ഈ അടുത്ത് കണ്ടായിരുന്നു. എനിവേ, ഇതിനകത്ത് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് നമുക്ക് ബാക്കിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലും DRLs കണക്റ്റഡ് ആയിരുന്നു, അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നപ്പോഴും അത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഇതിൻ്റെ അകത്ത് താഴത്തെ റിഫ്ലക്റ്റേഴ്സ് പോലെയാണ് സെറ്റപ്പ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ടെയിൽ ലാംപ്സ് ആണെങ്കിലും എല്ലാം LED സെറ്റപ്പാണ്. ഭയങ്കര തിന്നായിട്ടുള്ള ലൈറ്റ്സ് ആണ്. അതിൻ്റെ താഴെ തന്നെ, അതായത് നടുവിലായിട്ട് നമുക്ക് ബ്ലാക്ക് ആ ഒരു പീസിൻ്റെ അകത്ത് വെന്യൂവിൻ്റെ ലെറ്ററിങ് കാണാം. ബാക്കും ഭയങ്കര നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ആ ഒരു അലൂമിനിയം ഫിനിഷ് പോലെ തന്നെ ബാക്കിലും അലൂമിനിയം ഫിനിഷ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതും കാണാൻ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഡിസൈൻ പേഴ്സണലി അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഫ്രണ്ട് ഡിസൈൻ ആണെങ്കിലും റിയർ ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പഴയ വെന്യൂവിന് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. ആദ്യം ഇറങ്ങിയ വെന്യൂ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ജനറേഷൻ അപ്ഡേറ്റിൽ വന്ന വെന്യൂവിൻ്റെ റിയർ ഡിസൈൻ ആക്ച്വലി എനിക്ക് അത്യാവശ്യം ഇംപ്രസീവ് ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് താഴെ കമൻസിൽ പറയാം. പൊതുവെ എല്ലാവരും ഒരു പുതിയ വണ്ടി വരുന്ന സമയത്ത് പഴയ ഡിസൈൻ ആയിരുന്നു നല്ലത്, പുതിയത് കൊള്ളില്ല എന്നുള്ളൊരു ട്രെൻഡാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. പക്ഷേ എനിക്ക് ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ തോന്നിയില്ല.
അതുപോട്ടെ, നമുക്ക് ഇനിയിപ്പോൾ ഇതിന് ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറും ലീപ്സ് ആൻഡ് വേസ് സൈഡാണ് എന്ന് തന്നെ പറയാം. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന വണ്ടി സത്യം പറഞ്ഞാൽ 2019 ഇറക്കിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റം വരുത്താത്തതുകൊണ്ട് ഈ ഇൻറ്റീരിയർ കാണുമ്പോൾ 2 ജനറേഷൻ മുന്നോട്ട് പോയ പോലെയാണ് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്. കാരണം ഒരുപാട് ചേഞ്ചസ് ആണ് ഇതിൻ്റെ അകത്ത് അവർ വരുത്തിയിരിക്കുന്നത്. ഡാഷ്ബോർഡ് ലേഔട്ട് പണ്ടത്തെ വണ്ടിയായിട്ട് ഒരു ബന്ധമില്ല, മൊത്തം അവർ മാറ്റി. ആൻഡ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എലമെൻറ്റ്സ് ആയിക്കോട്ടെ, മെറ്റീരിയൽസ് പണ്ടത്തെ വണ്ടിൻ്റെ അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുമ്പോഴേക്കും കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈവൻ ലേഔട്ട് ആണെങ്കിൽ പോലും ആ എൻഡിലത്തെ AC1 ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ബാക്കി എല്ലാ സാധനങ്ങളും അടിപൊളിയാണ്. ഇൻറ്റീരിയർ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു സെഗ്മെൻ്റ് മുകളിലുള്ള വണ്ടിയുടെ, അതായത് ഒരു ക്രെറ്റയുടെയൊക്കെ സെഗ്മെൻറ്റിലുള്ള വണ്ടിയുടെ ഒരു ഫീൽ കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഈ വാഹനത്തിൻ്റെ ആ ഒരു സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ ആയാലും അതുപോലെ ഡാഷ്ബോർഡിൽ ഇത്തിരി ബോക്സി ടൈപ്പാണ്. അത് കുറച്ചും കൂടെ സ്പേസ് കൂട്ടാനായിട്ട് അവർ ചെയ്തതായിരിക്കും. ഇപ്പോൾ നമ്മുടെ സിട്രോൻ്റെ വണ്ടികളൊക്കെ ഒരു സ്ട്രാറ്റജിയാണ് കാണുന്നത്. ഒരുപാട് ലെങ്ത് ഉള്ള ഡാഷ്ബോർഡ് കൊടുക്കാത്ത ഡാഷ്ബോർഡ് പെട്ടെന്ന് അങ്ങ് തീർത്ത് ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഫങ്ഷണൽ ആയിട്ടുള്ള ഡിസൈനാണ്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും ഹ്യുണ്ടായുടെ പുതിയ മോഡൽസിലുള്ള വാഹനങ്ങളൊക്കെ കാണുന്ന പോലെ നടുവിൽ 3 കുത്താണ് വരുന്നത്, ഓർ 3 കുത്താണ് അല്ല 4 കുത്താണ് വരുന്നത്. അത് ഹ്യുണ്ടായെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു സംഭവമാണ്. പക്ഷേ നമുക്ക് ബാക്കി അത് ഡിസൈൻ മൊത്തം വ്യത്യാസമുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ 4 സ്പോക്ക് സ്റ്റിയറിംഗ് അല്ല, 3 സ്പോക്ക് തന്നെ ആയിട്ടുണ്ട്. പക്ഷേ കൈൻഡ് ഓഫ് ഒരു നടുവിൽ MT സ്പോക്ക് പോലെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് 4 സ്പോക്കാണെന്ന് പറയാം. അത് നമ്മൾ ഈ ഒരു ഡിസൈനുള്ള സ്റ്റിയറിംഗും ഹ്യുണ്ടായുടെ ഇന്ത്യയിലുള്ള ഒരു വണ്ടിയിലും കണ്ടിട്ടില്ല. ഈ നടുവിലത്തെ 4 കുത്ത് ഐനിക് 5-ലുണ്ട്, പക്ഷേ ആ സ്റ്റിയറിംഗ് അല്ല ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ അതിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും അതുപോലെ പിടിക്കുന്ന ഹോൾഡേഴ്സ് ആണെങ്കിൽ ഈവൻ സ്റ്റിയറിംഗ് മോണിക് കൺട്രോൾസ് എല്ലാ കാര്യങ്ങളും പുതിയതാണ്. അത് കാണാൻ അത്യാവശ്യം രസമുണ്ട്. ഡോർ ഹാൻഡിൽസിലൊക്കെ നമുക്ക് കുറച്ച് വ്യത്യാസം ഈ വാഹനത്തിൽ കാണാം. ഡോർ പാഡ്സിലാണെങ്കിലും ഡ്യുവൽ ടോൺ മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷനാണ് നമുക്ക് ഈ വാഹനം മൊത്തത്തിൽ വരുന്നത്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽസും വൈറ്റ് ആണ്, അതെനിക്ക് ഇഷ്ടപ്പെട്ടെ. അല്ലാതെ ക്രോമോ ബ്ലാക്കോ ഒന്നും അല്ല. ഇനി അതല്ലാതെ നമ്മുടെ മെയിൻ സംഭവങ്ങൾ, അതായത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആൻഡ് സ്ക്രീൻസ്, നമുക്ക് 2 12.3 ഇഞ്ചസിൻ്റെ കർവ് ഡിസ്പ്ലേസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പാനോറാമിക് കർവ് ഡിസ്പ്ലേസ് എന്നാണ് ഹ്യുണ്ടായി ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കാണാനൊക്കെ നല്ല രസമുള്ള അടിപൊളി ഡിസ്പ്ലേസ് ആണ്, നല്ല ക്രിസ്പായിട്ടുള്ള ഡിസ്പ്ലേസ് ആണ്. അതിൻ്റെ അകത്തുള്ള ആനിമേഷൻസിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഇതിന് മുന്നേ 8 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും പിന്നെ സാധാരണ ഒരു ഡിജിറ്റൽ ഇൻസ്റ്റോൺ ആണ് വരാറുള്ളത്. ആ ഒരു ഡിസ്പ്ലേ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നു ഫേസ് ലിഫ്റ്റിൽ വന്ന്. കാരണം അത് പണ്ടത്തെ വാച്ചിലൊക്കെ കാണിക്കുന്ന പോലെ 1 2 3 4 എന്ന് പറയുന്ന ടാക്കോമീറ്റർ കാണിക്കും. ആൻഡ് മൊത്തം ഓൾ ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരുന്നു. ഇതിനകത്ത് പക്ഷേ അങ്ങനെയല്ല. 12.3 ഇഞ്ചസിൻ്റെ ഫുള്ളി ശരിക്കും ഒരു ഡിസ്പ്ലേ സ്ക്രീൻ തന്നെയാണ് ഒരു മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അല്ലാതെ നടുവിൽ സ്ക്രീനും അതല്ലാണ്ട് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വേറെ ഇൻഡിപെൻഡൻറ്റ് സ്ക്രീൻ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. അഗെയിൻ സെൻറ്റർ കൺസോൾ ലേഔട്ട് നോക്കുകയാണെങ്കിലും അവിടെയും വ്യത്യാസമുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഫിസിക്കൽ കൺട്രോൾസ് ഉണ്ട്, അതും അത്യാവശ്യം നല്ലൊരു കാര്യമാണ്. അതാണ് എനിക്ക് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ മൊത്തത്തിൽ നമ്മൾ എവിടെ നോക്കിയാലും പോസിറ്റീവ് സൈഡ്സ് ആണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ സാധാരണ കമ്പനികളെല്ലാം ഫിസിക്കൽ ബട്ടൺസ് മാറ്റിയിട്ട് നമ്മുടെ ടച്ച് ബേസ്ഡ് കൺട്രോൾസിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഹ്യുണ്ടായി എപ്പോഴും ഇതിനകത്ത് നമുക്ക് ഫിസിക്കൽ കൺട്രോൾസ് AC-ക്കും അതുപോലെ വോളിയം അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. AC1 താഴത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫിസിക്കൽ കൺട്രോൾസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ അതിൻ്റെ താഴത്തേക്ക് വരികയാണെങ്കിൽ സ്റ്റോറേജ് ഏരിയ ഉണ്ട്, വയർലെസ് ചാർജിംഗ് പാഡ് ഉണ്ട്, USB ഫാസ്റ്റ് ചാർജിങ് പോയിന്റ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ വാഹനത്തിൽ അവൈലബിൾ ആണ്. ആൻഡ് സീറ്റ്സ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതിനകത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ തന്നെയാണ്. അതിൽ ബാക്കിലേക്ക് വരുമ്പോൾ എനിക്കൊരു ഇത്തിരി മാച്ചായിട്ട് തോന്നി. കാരണം താഴത്തെ പോർഷൻ ബ്ലാക്കും മുകളിലത്തെ പോർഷൻ വൈറ്റും ആണ്. അത് വേണമെങ്കിൽ മുകളിലത്തെ പോർഷനിൽ ഒരു ഇത്തിരി ബ്ലാക്ക് കൊടുത്തിട്ട് കുറച്ച് പോർഷൻ മാത്രം വൈറ്റ് ആക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 2 കളർ വരുമ്പോൾ എവിടെയോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. പക്ഷേ അത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതായത് നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ പ്രശ്നമില്ലായിരിക്കും, ഫോട്ടോസിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു മാച്ച് പോലെ തോന്നുന്നു മാത്രം. ഇനി അതല്ലാതെ ഫ്രണ്ടിലത്തെ സീറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഈ ഒരു കോമ്പിനേഷനാണ് വരുന്നത്. നമുക്ക് സൈഡിൽ ബ്ലാക്ക് കളർ വരുന്നുണ്ട്, അപ്പോൾ ഇത്ര മിസ്മാച്ച് ഇല്ല. എനിവേ ഇതാണ് എൻ്റെ ഡിസൈൻ വരുന്നത് സീറ്റ്സിൻ്റെ. ബാക്കിൽ ആംറസ്റ്റ് ഉണ്ട്, ഫ്രണ്ടിലും ആംറസ്റ്റ് ഉണ്ട്. ബാക്കിൽ പക്ഷേ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഉള്ളൂ. നടുവിലത്തെ ആൾക്ക് ഹെഡ് റെസ്റ്റ് ഇല്ല. ഈവൻ ദോ ബാക്കിൽ 3 3-point സീറ്റ് ബെൽറ്റ്സ് ഒക്കെ വരുന്നുണ്ട് എങ്കിൽ പോലും നടുവിൽ ഹെഡ് റെസ്റ്റ് അവർക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള, അതായത് ഡാഷ്ബോർഡിൽ നമുക്ക് ആ ഒരു വൈറ്റ് എലമെൻറ്റ് നടുവിൽ വരുന്നതല്ലാതെ പിന്നെ ഡോർ പാഡ്സിലൊക്കെയാണ് പിന്നെ ബാക്കി വൈറ്റ് എലമെൻറ്റ്സ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ താഴത്തും കുറച്ച് വൈറ്റ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. നടുവിലാണെങ്കിലും നമുക്ക് കുറച്ച് കൺട്രോൾസ് കിട്ടുന്നുണ്ട്. 2 കപ്പ് ഹോൾഡർ ഉണ്ട്, പിന്നെ ഡ്രൈവ് മോഡ്, ട്രാക്ഷൻ മോഡ്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ നോബ് വരുന്നുണ്ട്, റോട്ടറി നോബ്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. നമുക്ക് പാർക്കിംഗ് സെൻസേഴ്സ് ഓഫ് ചെയ്യാനുള്ള സാധനം, 360 ക്യാമറ ഈ വാഹനത്തിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സും അതുപോലെ നമ്മുടെ നോർമൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൻ്റെ ഒരു ഗിയർ സ്റ്റിക്കും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ട്രാൻസ്മിഷൻ ഓപ്ഷനും എഞ്ചിൻ ഓപ്ഷൻസൊക്കെ പറയാത്ത മോശമാണല്ലോ, അതും കൂടെ പറയാം. നമുക്ക് എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. പണ്ടുണ്ടായിരുന്ന സെയിം 1.2 ലിറ്റർ എണ്ണ പെട്രോൾ, അതായത് കാപ്പ സീരീസിലുള്ള 83 PS പവറും 114 ടോർക്കും വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 5 സ്പീഡ് മാനുവൽ മാത്രമേ കിട്ടുന്നുള്ളൂ ആ എഞ്ചിൻ. പിന്നെ വരുന്നത് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. അതിന് നമുക്ക് 115 PS 250 ടോർക്കും കിട്ടുന്നുണ്ട്. 6 സ്പീഡ് മാനുവലും 6 സ്പീഡ് ടോക്കോമീറ്റർ അവർ കൺഫേം ചെയ്തിട്ടില്ല, പക്ഷേ ഓൾമോസ്റ്റ് കൺഫേം ആയി എന്ന് പറയാം. അതായത് അൺഒഫീഷ്യലി റൂമേഴ്സൊക്കെ അനുസരിച്ച് കൺഫേം ആയിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഇതിനകത്ത് 1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് മാനുവൽ മോഡൽ, അതായത് 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ എൻലൈനിൽ കിട്ടുമായിരിക്കും. നോർമൽ വണ്ടിയുടെ കാര്യം അറിയില്ല. പക്ഷേ IMT അഗൈൻ ഇതിനകത്ത് 6 സ്പീഡ് IMT വരും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. 7 സ്പീഡ് DCTയും കൺഫേംഡ് ആയിട്ട് വരും എന്നുള്ള കാര്യമാണ്. പിന്നെ ഫീച്ചേഴ്സിൽ നമുക്ക് ഇതിനകത്ത് ലെവൽ 2 അഡ്വാൻസ് സസ്പെൻഷൻ സിസ്റ്റം കിട്ടുന്നുണ്ട്. അത് ഈ വണ്ടിയിൽ നേരത്തെ ഇല്ലായിരുന്നു. 4-way ഇലക്ട്രിക് അഡ്ജസ്റ്റ് സീറ്റ്സ് വരുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഡ്രൈവർ സൈഡിൽ. കോപ്പാസഞ്ചറിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, പാനറോമിക് സൺറൂഫ് അല്ല, നോർമൽ സിംഗിൾ പെയിൻ സൺറൂഫാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്. ഇന്നത്തെ ഈ പാനറോമിക് സൺറൂഫ് യുഗത്തിൽ അവർക്കത് കൊടുക്കാമായിരുന്നു. പിന്നെ അതല്ലാതെ വെന്റിലേറ്റഡ് സീറ്റ്സ് ഉണ്ട്, അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇനി വേരിയൻസിൻ്റെ പേരിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. HX സീരീസിലുള്ള വേരിയൻസ് ആണ് ഇതിനകത്ത് ഇനി മുതൽ വരാൻ പോകുന്നത്. പണ്ടത്തെ ഒരു വേരിയൻസിൻ്റെ നെയിമിംഗ് എല്ലാം വിട്ടു. HX എന്ന് പറഞ്ഞവർ ഉദ്ദേശിക്കുന്നത് ഹ്യുണ്ടായി എക്സ്പീരിയൻസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് HX പറയുന്നത്. അതിൻ്റെ അകത്ത് പെട്രോൾ നമുക്ക് HX2 മുതൽ സ്റ്റാർട്ട് ചെയ്ത് HX10 വരെ പോകുന്നുണ്ട്. ആൻഡ് ഡീസൽ ആണെങ്കിൽ HX2 സ്റ്റാർട്ട് ചെയ്ത് HX10 വരെ ഉണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ചില വേരിയൻസ് മിസ്സിംഗ് ആണ്. അതെനിക്ക് ഇവിടെ കറക്റ്റ് അതിൻ്റെ സ്പ്ലിറ്റ് കാണാം എന്തൊക്കെയാണ് വേരിയൻസ് വരുന്നത് എന്നുള്ളത് പെട്രോളും ഡീസലും. ആൻഡ് സ്റ്റാർട്ടിംഗ് മോഡൽ 1.2 ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയാലോ. നമുക്ക് ടർബോ പെട്രോൾസ് കുറച്ചും കൂടെ ഉയർന്ന വേരിയൻസിലായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ ഹ്യുണ്ടായി ടർബോ പെട്രോൾ എഞ്ചിൻസ് ഇതിൻ്റെ എൻലൈൻ മോഡൽസിൽ പ്രയോറിറ്റൈസ് ചെയ്യാനും സാധ്യതയുണ്ട്. i20യുടെ കാര്യത്തിൽ അവരങ്ങനെ ചെയ്തായിരുന്നു. i20യിൽ പിന്നെ 1.2 മാത്രമാക്കി നോർമൽ i20, എൻലൈനിൽ മാത്രമേ അവർ ടർബോ കൊടുക്കുന്നുള്ളൂ. ഈ വണ്ടിയിൽ അങ്ങനെ ആയിരിക്കില്ല. പക്ഷേ അവരിപ്പോൾ ക്രെറ്റയിലൊക്കെ ചെയ്ത പോലെ ചിലപ്പം ടോപ്പ് എൻഡിൽ മാത്രം ടർബോ കൊടുത്തിട്ട് ബാക്കിയെല്ലാം എൻലൈൻ സ്പെസിഫിക് ആക്കുമായിരിക്കും. കാരണം അല്ലെങ്കിൽ അവർ എൻലൈൻ വാങ്ങില്ല. എൻലൈൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കണമെന്ന് അവർക്ക് മനസ്സിലായി കാണാം. സ്പോർട്ടി വണ്ടി വേണമെന്ന് പറഞ്ഞാൽ എന്തായാലും ആരും വാങ്ങുന്നില്ല. എന്നാൽ പിന്നെ ടർബോ വാങ്ങുന്നവരെങ്കിലും എൻലൈൻ എടുക്കട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ആയിരിക്കും അത് ചെയ്തത്. പിന്നെ കളർ ഓപ്ഷൻസിൻ്റെ കേസ് നിങ്ങൾക്ക് അവിടെ കാണാം. നമുക്ക് ഇതിനകത്ത് കുറച്ച് പുതിയ കളർ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഹേസൽ ബ്ലൂ, അതുപോലെ മിസ്റ്റിക് സഫയർ, അതൊക്കെ 2 പുതിയ കളേഴ്സാണ്. ഡുവൽ ടോൺ ഓപ്ഷനായിട്ടും ഹേസൽ ബ്ലൂവും അതുപോലെ ബ്ലാക്ക് റൂഫ് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. ഇതും പുതിയ കളേഴ്സാണ്. ബാക്കിയെല്ലാം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ടായിരുന്ന കളേഴ്സാണ്. സോ ഗൈസ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പുതിയ ജനറേഷൻ ഹ്യുണ്ടായി വെന്യൂവിനെ പറ്റി പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് താഴെ കമൻസിൽ പറയാം. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇൻറ്റീരിയർ ആണ്. നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആയിട്ട് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇതിൻ്റെ ലോഞ്ച് ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നവംബർ 4 ഇറങ്ങാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.